വന്നിരിക്കുന്നത് ഏത് റെസ്റ്റോറൻറ്റിലാണ്? കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. എന്തായിട്ട് ഇതെന്ന് അറിയത്തില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോവുകയാണ്. ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. ചുമ്മാ ഒന്ന് പുറത്ത് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. ഇപ്പം നമ്മുടെ UK വെതറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം നല്ല പേരും മഴയാണ്. ഞാൻ കാണിച്ചു തരാം, ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴയാണ്. നമുക്ക് രാവിലെ ഇതുപോലെയായിരുന്നു. രാവിലെ കുറേ നേരം മഴ പെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര വെയിലായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ പെയ്തു, പിന്നെയും വെയിലായി. അങ്ങനെ ഒരു മിക്സഡ് ക്ലൈമറ്റാണ്. നമ്മളിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു 100 ഇയേഴ്സിന് ശേഷം UK ഏറ്റവും വെറ്റസ്റ്റ് സമ്മറാണ്, ഏറ്റവും വെറ്റായിട്ടുള്ള സമ്മറായിരിക്കും ഈ വർഷത്തെന്ന് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് തോന്നി ഓക്കെ, ഈ വർഷത്തെ സമ്മറും മഴയും തണുപ്പും കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ വീട്ടിനകത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ചുമ്മാ പോവാണ്. അപ്പം നല്ല മഴയാണ് കേട്ടോ, പക്ഷെ നല്ല വൈബുണ്ട് ഇങ്ങനെ ഈ ഒരു മഴയത്ത് ഇങ്ങനെ പോകാനായിട്ട്. നല്ല മഴയും നല്ല മഴ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, വെറുതെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം പ്രൈമാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കിടിപിടി ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോയത്. പ്രൈമാർക്കിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സമ്മറി വേണോ? അപ്പം നമ്മുടെ സമ്മർ തുടങ്ങി പിന്നെ കുറേ ബീച്ച് ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നുണ്ടോ, ബീച്ച് ബാഗ്സ് ഒക്കെ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പ്രൈമാർക്കിൽ നമ്മൾ 1-2 ട്രാവൽ ബോട്ടിൽസും പിന്നെ അതുപോലെ അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റിവർ ഐലൻഡിലേക്ക് പോയി. ഇവിടെ ഷെയ്ഡ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഷെയ്ഡ് വാങ്ങിക്കണമായിരുന്നു. ഞാനൊരു 10-15 എണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫേസിനെക്കാട്ടിലും ഭയങ്കര ഓവർ സൈസ്ഡായിട്ട് തോന്നി. വലിയ ഇഷ്ടം തോന്നിയില്ല, പക്ഷേ എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു. അതുകൊണ്ടിട്ട് മാത്രം. പിന്നെ നല്ല ഓഫറും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം. അങ്ങനെ എന്തായാലും ഒരെണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശാഖ് ഇവിടുന്ന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു മെൻസ് സെക്ഷനിൽ നിന്ന്, പക്ഷേ വിശാഖിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരെണ്ണം അവസാനം ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു. ഇതാണ് ഞാൻ ഏകദേശം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് വലിയ കുഴപ്പമില്ലാതെ തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേയൊക്കെ തപ്പിയിട്ട് പിന്നെ ഞാൻ ആ ഷോപ്പിൽ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചു. എനിക്കിവരുടെ ബാഗ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എലഗൻ ലുക്കാണ് ഇവരുടെ ബാഗിനൊക്കെ. പക്ഷേ നമുക്കൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. അങ്ങനെ നമ്മൾ റിവർ ഐലൻഡിൽ നിന്നും ഇറങ്ങി. നമ്മൾ 1-2 ഷോപ്സിലൊക്കെ കയറി. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് വല്ലതും നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു. വിശന്ന് തുടങ്ങി. നല്ല സ്മെല്ലാണ് ഇവിടെ എത്തുമ്പോൾ. ഭയങ്കര ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഫുഡ് സെൻറ്ററിലുണ്ട്, ഫുഡ് കോർട്ടുണ്ട്. അപ്പം അവിടെ നല്ല സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് വിശക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കടകളൊക്കെ കണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ കുറേ കൈൻഡ് ഫുഡുണ്ട്. നമ്മുടെ ഇറ്റാലിയൻ ഉണ്ട്, പിന്നെ ജാപ്പനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, ചായ വേല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. നമ്മളങ്ങനെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സാധാരണ നമ്മളെപ്പോഴും റിസ്ക് ഒന്നും എടുക്കാറില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സിലാണ് പോകാറുള്ളത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏത് റെസ്റ്റോറൻറ്റിലാണ്? കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. എന്തായിട്ട് ഇതെന്ന് അറിയത്തില്ല. ഞാൻ സേഫായിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വിശാഖ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. അപ്പോൾ എനിക്കറിയത്തില്ല. വീഗൻ ഓപ്ഷൻസൊക്കെ ഭയങ്കര കുറവായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് സ്നാക്സ് ഐറ്റംസിലാണ് കൂടുതലും വീഗൻ ഉള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരുമ്പോൾ അറിയാം എന്താണെന്ന്. കൊള്ളാമെങ്കിൽ ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് വരും, അല്ലെങ്കിൽ ഇതോടുകൂടി നിർത്തും. നോക്കാം. ഞാൻ ശരിക്കും ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ബൗ ആണ്. ബൗ എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ സാധനം വിത്ത് ടോഫു പ്ലസ് പീനട്ട്, അതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മഞ്ഞ
മണ്ടു മണ്ടു എങ്ങാണ്ട് പറഞ്ഞൊരു സാധനമുണ്ട്, വെജിറ്റബിളിൻ്റെ ഉണ്ട്, അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മണ്ടു എന്നെങ്ങാണ്ട് പറഞ്ഞ സാധനമാണ് കേട്ടോ. മാൻഡു എങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. മാൻഡു എന്ന് പറഞ്ഞൊരു സാധനം. ഇങ്ങനെ ഇരിക്കും കാണാൻ. അതായത് നമ്മുടെ മോമോസ് അല്ലേ, നമ്മുടെ വെജ് മോമോസ് പോലെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ആണ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസും ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. നല്ലതാണോ? അല്ല, ഇത് നമ്മുടെ ബൗ ബൺസ് ആണ് കേട്ടോ. ഇതിനകത്തിൽ ടോഫു ആണ്, പനീർ പോലത്തെ ടോഫു ആണ്. പിന്നെ പീനട്ട് സോസും വന്നിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഭയങ്കര സോഫ്റ്റ് ബണ്ണാണ്. ഇതും തോന്നുന്നു മറ്റേ ബോറ മാർക്കറ്റ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷൈമ കഴിച്ചു. കൊള്ളാം. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു കൊറിയൻ ഫുഡ്? നല്ലായിരുന്നു. സാധാരണ ഞാൻ കഴിച്ചത് വെരി സിമിലർ ടു മോമോസ് ആണ്. പിന്നെ അവരുടെ സോസ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അങ്ങനെ സോസ് ഇല്ലല്ലോ. ഇതങ്ങനെ ഒരു ഡിഫറെൻറ്റ് സോസ് ഉണ്ട്, അതാണ്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു അല്ലേ? ഒരു ഡിഫറെൻറ്റ് ട്രൈ ചെയ്ത പോലെ അല്ലേ? നമ്മളപ്പം കുറേ ഷോപ്സിൽ കയറി. സൺഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഷോപ്പിൽ കയറി. എനിക്ക് കിട്ടി, ഞാൻ റിവർ ഐലൻഡിൽ നിന്ന് എടുത്തു. ഇപ്പോൾ വിശാഖിന് കിട്ടിയില്ല. വിശാഖ് എല്ലായിടത്തും നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ M&S വന്നിരിക്കുക, ഇവിടെ വല്ലതും കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് മിക്കവാറും കിട്ടുമെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത് മേടിച്ചാലോ? മോഹൻലാലിനുള്ള അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാം. വേറെ പരിപാടിയൊന്നുമില്ല അല്ലേ? വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിനി വേറെ ഏതെങ്കിലും 1-2 ഷോപ്പിലൂടെ കയറണം. ന്യൂ ലുക്കൊക്കെ എന്നെ മാടി മാടി വിളിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിനി നേരെ കാറിലേക്ക് പോവാണ്. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു ചെറിയ 1-2 ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഫുഡ് കഴിച്ചു. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വയറ് നിറഞ്ഞു. അപ്പം ഇനി ബാക്കി ഇതിൻ്റെ ഇന്നത്തെ തീർന്നിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ പോയി ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ വ്ളോഗ് വീണ്ടും കാണും. ഹെയർ കട്ടൊക്കെ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും തെറ്റാ. വിശാഖ് വണ്ടി എടുക്കുന്ന തിരക്കില്ല. ഓക്കെ. അപ്പോൾ
ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഹെയർ കളറിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ഹെയർ കളറിങ് ഞാൻ ചുമ്മാ ഇതൊന്നും ചെയ്യത്തില്ല. നമ്മുടെ അവർ ഹെയർ കളറിങ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നടത്തും. നമുക്കതിന് അലർജീസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു പാച്ച് ടെസ്റ്റ് എടുത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പ്ലസ് നമ്മുടെ കളറൊക്കെ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. Again, it depends on how you... That looks nice, right? What do you think? That looks nice. Just, if I choose this one, the purple. Yeah, that's a nice color as well. That's quite a popular color. I like purple color as well. This is quite a... അപ്പോൾ ഇന്നാണ് നമ്മുടെ ആക്ച്വൽ ഹെയർ കളറിങ് ഡേ. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഹെയർ കളറിങ് ചെയ്യുന്നത്. ഇങ്ങനെ ഭയങ്കര പരീക്ഷണം നടത്താമെന്ന് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല, പക്ഷേ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ചെയ്യാണ്. അപ്പം പാച്ച് ടെസ്റ്റ് ചെയ്തത് ട്യൂസ്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. എനിക്ക് പക്ഷേ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഹെയർ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഫുൾ ഹെഡ് കളർ ചെയ്യുന്നവർക്ക് മാത്രം പാച്ച് ടെസ്റ്റ് മതിയെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കളറിങ് ആണ്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പറ, എക്സ്പ്ലെയിൻ ഇറ്റ്. ആണോ?